കശ്മീരിൽ നേരിട്ട അത്യന്തം ഞെട്ടിക്കുന്ന ഈ സംഭവത്തിൽ ഒപ്പം നിന്ന സൈനികനാണ് ശ്രീരാജ്. അവസാനമായി രാമചന്ദ്രൻ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകുകയാണ് കുടുംബം. ഭൗതികദേഹത്തിൽ അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കുന്നു. കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ആ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്ന ഒരു പട്ടാളക്കാരനാണ് അല്പം മുമ്പ് ആ കുടുംബത്തെ വീഡിയോ കോളിൽ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ജോലിക്കിടയിലാണ് നിലവിൽ ഇവരെ വിളിച്ച് അവരുമായിട്ട് സംസാരിക്കുന്നത്. ആരതിയുമായി സംസാരിക്കുന്നു. ആരതി വളരെ സ്നേഹത്തോടു കൂടി ആ പട്ടാളക്കാരനെ ഇപ്പോഴത്തെ ഈ വിശേഷങ്ങൾ പറയുന്നു. അച്ഛനെ കാണാൻ ഒരുപാട് പേർ ഇവിടെ എത്തുന്നു. ആ കാര്യങ്ങളൊക്കെ പങ്കുവച്ച ശേഷം പിന്നീട് ആരതിയുടെ സഹോദരൻ്റെ കയ്യിൽ ആ ഫോൺ കൈമാറിയ ശേഷം ആ സഹോദരനുമായി സംസാരിച്ച ശേഷം പിന്നീട് ആ സഹോദരൻ തന്നെ അച്ഛൻ്റെ മൃതദേഹം ആ സൈനികന് മുമ്പിൽ ആ ഫോൺ ഉപയോഗിച്ച വീഡിയോ കോളിലൂടെ കാണിച്ചു നൽകുകയാണ്. തൊപ്പിയൂരി അദ്ദേഹം സല്യൂട്ട് ചെയ്യുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ നോവ് തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അവർ അവിടെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ആ സൈനികനും അവർക്കൊപ്പം ചേർന്ന് നിന്ന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് ജമ്മു കാശ്മീരിൽ നിന്നും ഈ ഡൽഹിയിലേക്ക് എത്തുന്നത് വരെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം വീട്ടിലെത്തിയ ശേഷവും അവരെ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അങ്ങനെ ഇപ്പോഴും പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആ അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹം തൻ്റെ ജോലിക്കിടയിൽ കർമ്മനിരതനായി നിന്നുകൊണ്ട് തന്നെ ഫോണിൽ വിളിച്ച് ആ മൃതദേഹത്തിന് മുമ്പിൽ സല്യൂട്ട് ചെയ്യുന്നു.